BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ഹൈക്കോടതി പ്ലീഡർ നിയമനത്തിൽ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും കടുക്കുകയാണ്. സർക്കാർ തിരുവനന്തപുരം ലോ കോളേജിൽ SFIയുടെ സജീവ പ്രവർത്തകയായിരുന്ന ആളെ പ്ലീഡറാക്കിയതിലാണ് കോൺഗ്രസിൽ അതൃപ്തി പുകയുന്നത്. കഴിഞ്ഞ ദിവസം ഇതിനെതിരെ KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ ഫേസ്ബുക്കിലൂടെ വലിയ വിമർശനമായിരുന്നു ഉന്നയിച്ചത്. UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം KSU പ്രവർത്തകരെ അവഗണിക്കുന്നതും സർക്കാരിന്റെ ശരിയല്ലാത്ത നിലപാടിനെയും ചൂണ്ടിക്കാട്ടിയായിരുന്നു അലോഷ്യസ് സേവ്യറുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. വെള്ളം കോരിയവരെയും വിറക് വെട്ടിയവരെയും നോക്കുകുത്തിയാക്കി മാറ്റുന്ന നയം അംഗീകരിക്കാനാവില്ലെന്നും കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി സർക്കാരിനെതിരെ സമരം ചെയ്യാനും പ്രതിഷേധമുയർത്താനും നിരന്തരം വിളിച്ചുകൊണ്ടിരുന്ന നേതാക്കന്മാരുടെ ഫോണുകൾ ഇപ്പോൾ KSU സഹപ്രവർത്തകർക്ക് വേണ്ടി വിളിക്കുമ്പോൾ ഇൻകമിംഗ് സ്വീകരിക്കാത്തത് തെറ്റായ പ്രവണതയാണ്. ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയായിരുന്നു അലോഷ്യസ് സേവ്യറുടെ കുറിപ്പ്. ഇതിന് പിന്തുണ നൽകിയാണ് DCC അംഗം നിഖിൽ പൈലിയും രംഗത്തെത്തിയത്. കഴിഞ്ഞ 10 വർഷം വെള്ളം കോരിയവരും വിറക് വെട്ടിയവരും പോലീസിന്റെ തല്ല് വാങ്ങിക്കൂട്ടിയവരും പുറത്തു നിൽക്കുമ്പോൾ സഖാക്കൾക്ക് UDF സർക്കാർ മാനേജ്മെന്റ് കോട്ടയിൽ സ്ഥാനങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യണമെന്നാണ് നിഖിൽ പൈലി വ്യക്തമാക്കിയത്. 10 വർഷം LDF സർക്കാരിന് വേണ്ടി പ്രവർത്തിച്ചവർ 1960-ൽ KSU ആയിരുന്നെന്ന് പറഞ്ഞു വന്നാൽ സ്ഥാനങ്ങൾ കൊടുക്കാൻ പറ്റില്ലെന്നാണ് നിഖിൽ പൈലി പറഞ്ഞത്. കൂടാതെ UDFൽ അണികളെ ഉള്ളൂ, അടിമകളില്ലെന്ന് ഓർത്താൽ നല്ലതെന്ന് മുന്നറിയിപ്പ് നൽകി. ഫേസ്ബുക്കിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: KSU പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിനോട് നീരസം തോന്നിയിട്ടോ ആളെ പൊങ്കാലയിട്ടിട്ടോ കാര്യമില്ല. അയാൾക്ക് പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. അയാൾ പറയുന്നതിലും കാര്യമുണ്ട്. കഴിഞ്ഞ 10 വർഷം വെള്ളം കോരിയവരും വിറക് വെട്ടിയവരും പോലീസിന്റെ തല്ല് വാങ്ങിക്കൂട്ടിയവരും സമരങ്ങൾ നടത്തിയതിന്റെ പേരിൽ കോടതി കയറി ഇറങ്ങുന്നവരും പുറത്തു നിൽക്കുമ്പോൾ സഖാക്കൾക്ക് UDF സർക്കാർ മാനേജ്മെന്റ് കോട്ടയിൽ സ്ഥാനങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. സർക്കാരിന് തെറ്റുപറ്റിയാൽ അത് തിരുത്തിക്കാനാണ് അണികൾ ഉണ്ടേൽ മാത്രമേ പാർട്ടിയുള്ളൂ. അല്ലാതെ നേതാക്കൾ മാത്രം വെള്ള ഷർട്ടിട്ട് നടന്നാൽ പാർട്ടി ഉണ്ടാകില്ല, പാർട്ടി വളരില്ല. 10 വർഷങ്ങൾ LDF സർക്കാരിന് വേണ്ടി പ്രവർത്തിച്ചവർ 1960-ൽ KSU ആയിരുന്നെന്ന് പറഞ്ഞു വന്നാൽ സ്ഥാനങ്ങൾ കൊടുക്കാൻ പറ്റില്ല. UDFൽ അണികളെ ഉള്ളൂ, അടിമകളില്ലെന്ന് ഓർത്താൽ നല്ലത് എന്നായിരുന്നു കുറിപ്പ്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.